അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പട്ടാഴി വടക്കേക്കര മുസ്ലിം ജമാഅത്ത് കടുവാത്തോട്. ഇവിടെ പട്ടാഴി മേട്ടുപുറം ദർഗാ ഷരീഫിൻ്റെ കവാടത്തിൻ്റെ അവിടെ ഉള്ളത്. നമ്മൾ ആദിക്കാട്ടുകുളങ്ങര പ്രസിദ്ധമായൊരു മേട്ടുപുറം മക്കാമുണ്ട്. ഇത് അതല്ല, ഇത് കൊല്ലം ജില്ലയിൽ തന്നെ പെട്ട പട്ടാഴി മേട്ടുപുറം മക്കാമാണ്. ഇത് ഈ ഒരു സ്റ്റെപ്പ് കുറേ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒറ്റയ്ക്കേ ഉള്ളൂ. ചെറിയൊരു പേടി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. ഏതായിരുന്നാലും വേറെ ആരെയും കൂട്ടിന് കിട്ടിയിട്ടില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കയറി നോക്കുകയാണ്. ഞാൻ ഏതായാലും ഇന്നലെ രാത്രി വന്നതാണ്. അപ്പോൾ രാത്രി ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ രാത്രി കയറണ്ട, പകൽ കയറാണ് നല്ലത്, പന്നിശല്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് രാത്രി കയറാതെ തിരിച്ചു പോയതാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറണം. പട്ടാഴി മേട്ടുപുറം മക്കാം കേട്ടോ. ഇന്നലെ ഒരുപാട് സിയാർത്തുകൾ കഴിഞ്ഞിട്ട് ഒരു മഗ്‌രിബിന് ആണ് ഇവിടുത്തെ ജമാഅത്ത് പള്ളിയിലെത്തിയത്. അപ്പോൾ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പോൾ കയറണ്ട, രാത്രി പ്രത്യേകിച്ചും പന്നി മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പകൽ കയറിക്കോളിന്ന് പറഞ്ഞത്. ഇവിടുത്തെ ചരിത്രങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ പള്ളിയിൽ ചോദിച്ചപ്പോൾ ഒരു പ്രായമുള്ളൊരു ഉസ്താദ് പറഞ്ഞത് ഏകദേശം 200 വർഷങ്ങളൊക്കെ പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞത്. കുറേ അയാളുടെയൊക്കെ ചെറുപ്പകാലത്തെ കുറൂസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരുന്നു. പക്ഷേ പിന്നീട് അത് നിന്നു. വീണ്ടും ഇപ്പോൾ കുറൂസും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കയറി നോക്കാം. കൂടുതലായിട്ട് ഇവിടുത്തെ എന്തെങ്കിലും ചരിത്രം കിട്ടുകയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തും ചെയ്യാം. ഏതായാലും കുറേയൊന്നുമില്ല കയറി വരാൻ കേട്ടോ. പക്ഷേ രാത്രി വരരുതെന്നാണ് നാട്ടിലത്തെ ഒരാൾ പറഞ്ഞത്. ഫുള്ള് സ്റ്റെപ്പുകളാണ്. ആ കാണുന്നതാണ് മക്കാമ്. അപ്പോൾ നമ്മൾ കയറി ഒരു നിൽക്കാതെ കയറണമെങ്കിൽ 10 മിനിറ്റ് കയറാനൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ കയറി മക്കാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. കൂടുതൽ ഒന്നുമില്ല, കണ്ടില്ലേ, റോഡ് കാണുന്നുണ്ടല്ലേ. ഇവിടെ ഒരു കിണർ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്. വെള്ളമില്ല, വെള്ളം കുറവാണ്, നല്ല ആഴമുണ്ട്. അപ്പോൾ ഇതാണ് പട്ടാഴി മേട്ടുപുറം മക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, മക്കാമ് പൂട്ടിക്കള്ള. മക്കാമത്തിൻ്റെ ഉള്ളിലാണ് കേട്ടല്ലേ, കാണാനും കഴിയില്ല തോന്നുന്നു. മാഷാ അല്ലാഹ് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്.
السلام عليكم يا ولي الله. അള്ളാഹു നമ്മുടെ ഈ പരിശ്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഈ സിയാറത്തും യാത്രകളൊക്കെ അള്ളാഹു തആല കബൂലാക്കട്ടെ. കൊല്ലം ജില്ലയിലെ വടക്കേ അറ്റത്താണ് പട്ടാഴി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലാണ് പട്ടാഴി എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അവിടെ സ്ഥിതി ചെയ്യുന്ന പട്ടാഴി മേട്ടുംപുറം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് ഓഫീസ് റോഡിലൂടെ അല്പം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മക്കാമിലേക്കുള്ള വഴി നമുക്ക് കാണാൻ കഴിയും. പട്ടാഴിക്ക് പട്ടുസാരി ചുറ്റിയൊഴുകുന്ന കല്ലടയാറിന്റെ വടക്കു തീരത്ത് ഒരു വലിയ കുന്നിന്റെ മുകളിലായിട്ടാണ് പട്ടാഴി മേട്ടുംപുറം മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. 1970കളിലൊക്കെ ഈ മക്കാമിലേക്ക് എത്തിയിരുന്നത് കാടും മലയും താണ്ടിയിട്ടാണ്. മലമടക്കിലൂടെ ഇടുങ്ങിയ പാതയും കല്ലും മുള്ളും പാമ്പുകളും നിറഞ്ഞ ദുർഘട പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെയെത്തി സിയാറത്ത് ചെയ്തിരുന്നു ആളുകൾ. ഊരും പേരും ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ജാതി മതഭേദമന്യേ ആളുകൾ ദുർഘട പാതയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്താറുണ്ടായിരുന്നു. കറാമത്തുകൾ നിറഞ്ഞ ഒരു വലിയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വർഷങ്ങൾക്കിപ്പുറം 2000 ആണ്ടിൽ ആളുകൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ദുർഘട പാതകൾ പോയി ചുറ്റും വാസഗ്രഹങ്ങൾ. മക്ബറയിലെത്താൻ 100 കണക്കിന് കൽപ്പടികൾ കെട്ടിയിരിക്കുന്നു. മാത്രമല്ല എല്ലാ വ്യാഴാഴ്ചയും ജാതി മതഭേദമന്യേ വൻ തിരക്കും സിയാറത്തും ഫാത്തിഹ ഓത്തും ഇന്നും തുടർന്നു വരുന്നു. അനുഭവസ്ഥനായ ഒരാളിൽ നിന്ന് ലഭിച്ച ഇവിടുത്തെ ഒരു കറാമത്ത് ഈ മഹാന്റെ ഒരു ചരിത്ര പുസ്തകത്തിൽ നമുക്കിങ്ങനെ കാണാം. പട്ടായിക്കാരനായ ഒരു പാവം മുസൽമാനെ ഒരു കള്ളക്കേസിൽ പ്രതിയാക്കി ജയിലിലടച്ചു. അതും കൊലപാതകം. രക്ഷയില്ലല്ലോ. പാവത്തിനെ സഹായിക്കാൻ മറ്റാരുമുണ്ടായില്ല. പിഞ്ചു പൈതങ്ങളും ഏഴംകുളക്കാരിയുമായ അവരുടെ ഭാര്യ സഹായത്തിനാളില്ലാതെ സ്വന്തം നാട്ടിലേക്ക് പോകേണ്ടതായിട്ടും വന്നു. ആ മനുഷ്യൻ ജയിലിൽ കിടന്ന് നിയ്യത്ത് ചെയ്തു, എന്നെ ജയിൽ മോചിതനാക്കുകയാണെങ്കിൽ ഒരു കറുത്ത കിട, അതായത് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ അറുത്ത് പട്ടാഴി മേട്ടുംപുറത്ത് കൊണ്ടുപോയി ഫാത്തിഹ ഓതി ഹദിയ ചെയ്തേക്കാമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ മഹാത്മ്യവും വലിയുല്ലാഹിയുടെ പേരിൽ നേർച്ചയാക്കിയ ആ നേർച്ചയുടെയും ദുആഇന്റെയും ബർക്കത്ത് കൊണ്ട് ആ മനുഷ്യൻ ജയിൽ മോചിതനായി. പക്ഷേ ഈ ഒരു നേർച്ചയുടെ കാര്യം അയാൾ മറന്നുപോയി. ഒരു രാത്രി സ്വപ്നത്തിൽ ഒരടി കൊടുത്തുകൊണ്ട് മഹാനവറുകൾ ഇദ്ദേഹത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഉടൻ തന്നെ അയാൾക്കും കാര്യം ഓർമ്മ വരികയും അടുത്ത ദിവസം തന്നെ ഒരു കറുത്ത ആട്ടിൻകുട്ടിയെ അറുത്ത് റൊട്ടിയുണ്ടാക്കി ഒരു ഉസ്താദിനെയും കൂട്ടി കല്ലും മുള്ളും താണ്ടി പട്ടാഴി മേട്ടുംപുറത്തെത്തി യാസീനും ഫാത്തിഹയും ഓതി പാവങ്ങളെ കൂട്ടി അതവർക്ക് നൽകുകയും ചെയ്തു. എല്ലാം പടച്ച റബ്ബിന്റെ കുദറത്ത്. ഈ അനുഭവം ഉണ്ടായ സഹോദരന്റെ മകനിൽ നിന്നാണ് ഈ ഒരു സംഭവം നേരിട്ട് ഈ ചരിത്രം എഴുതിയ വ്യക്തി കേട്ടിട്ടുള്ളത്. ഞാനും ഇവിടെ വന്നപ്പോൾ ഈ മക്ബറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുകയും കൂട്ടത്തിൽ പ്രായമായ ഒരു സ്ത്രീയോടും ഈ വിഷയം സംസാരിച്ചു. അവർ പറഞ്ഞതും ഈ കേസുകൾ പോലെയുള്ള വിഷയങ്ങൾക്ക് അകാരണമായി ചതിയിൽപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾക്കൊക്കെയും വലിയ ഫലമാണ് ഈ മക്കാമെന്ന് അവർ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുപോലെ അവർക്കൊക്കെയും ധാരാളം അനുഭവങ്ങളും ധാരാളം കറാമത്തിന്റെയും കഥകൾ ഈ നാട്ടുകാർക്ക് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്റെ ദറജകളെ ഉയർത്തിക്കൊടുക്കട്ടെ. ഈ 100 കണക്കിന് പടികൾ കയറി മുകളിൽ വന്ന് ഈ മഹാന്റെ മുമ്പിൽ വന്ന് നിന്ന് ഈ മഹാനെ തവസ്സുലാക്കി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ കിട്ടുന്ന മനസ്സിന്റെ സുഖം അനുഭവിച്ചവർക്കേ അറിയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലി അല്ലാഹ്. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد
لم يلد ولم يولد ولم يكن له. بسم الله الرحمن الرحيم. قل هو الله أحد. لم يلد ولم يولد ولم يكن له. بسم الله الرحمن الرحيم. قل من شر ما خلق ومن شر غاسق ومن شر النفاثات في العقد ومن شر. بسم الله الرحمن الرحيم. قل ملك الناس إله الناس من شر الذي يوسوس في صدور الناس من الحمد لله الحمد لله حمدا يوافي نعمه ويكافي. اللهم صل على سيدنا محمد. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ സിയാറത്തുകളെ കബൂലാക്കണം. ഞങ്ങളിവിടെ വെച്ച് കൊണ്ടോതിയ ഫാത്തിഹ സൂറത്ത്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ സൂറത്തുകളെ കബൂലാക്കണം അല്ലാഹ്. ഇതിൻ്റെ സവാബിന് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മലമുകളിൽ അല്ലാഹു ആരുമില്ലാത്ത വിജനമായ ഈ ഒരു മലയുടെ മുകളിൽ, ഈ കുന്നിൻ്റെ മുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിൻ്റെ വലിയ ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് സാധുക്കളായി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നൽകണേ അല്ലാഹ്. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസും ഈമാനും തഖ്വയും നീ ഏറ്റിത്തരണേ അല്ലാഹ്. എല്ലാവിധ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഈ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഖൈറായ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ടും വലിയ വലിയ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെയും നീ ശിഫ നൽകണേ അല്ലാഹ്. മനസ്സിൽ ഒരുപാട് നേറുന്ന പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്നവരുണ്ട്, എല്ലാം നീ ഹാസുലാക്കണേ അല്ലാഹ്. പടച്ചവനെ മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞാനടക്കം ഒരുപാട് മുഅ്മിനീങ്ങൾ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്. അല്ലാഹ്, ഈ മഹാൻ്റെ ബറക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി സന്തോഷത്തോടെയും ആഫിയത്തോടെയും ആ വീട്ടിൽ താമസിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഫി ഖൈരിൻ വലുത്തുഫിൻ വ ആഫിയ. പടച്ചവനെ, അതുപോലെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു, വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളടുപ്പിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. എല്ലാ ആവശ്യങ്ങളും നിറാഹത്തിലാക്കണേ അല്ലാഹ്. ഈ മഹാൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു, അവരുടെയൊക്കെയും ഹൈറായ മുറാദുകൾ ഈ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് ഹാസിലാക്കണേ റഹ്മാനെ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മഹാൻ്റെ ബർക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും ഹജ്ജ്, ഉംറ, മറ്റു സിയാറകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും സന്തോഷത്തോടെയും ആഫിയത്തോടെയും ആരോഗ്യത്തോടെയും ഇസ്സത്തോടെയും ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞ് നാളെ സ്വർഗത്തിൽ ഈ മഹാന്മാരോടൊപ്പം ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.